എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 26-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ത്വൽസേവായാ വൈഭവാധുർനിരോധം യുദ്ധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദൈകാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവര്യം വ്യഥാസ്ത്വം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ത്വത്സേവായ, അങ്ങയെ സേവിച്ചതിൻ്റെ അല്ലെങ്കിൽ ഭഗവാനെ ഭജിച്ചതിൻ്റെ, വൈഭവാത്, വൈഭവം കൊണ്ട്, അതായത് ആ ഭഗവത് ഭജനത്തിൻ്റെ ശക്തി കൊണ്ട്, ദുർനിരോധം യുദ്ധ്യന്തം തം, നീക്കുപോക്കില്ലാതെ യുദ്ധം ചെയ്തവനുമായ ആ ആന എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹസ്തിവര്യം, എത്ര കാല? വത്സരാണാം സഹസ്രം, 1000 വർഷം. പ്രാപ്തേ കാലേ, കാലം പ്രാപ്തമായപ്പോൾ, അതായത് സമയമായപ്പോൾ. ത്വത്പദൈകാഗ്രസിദ്ധ്യൈ, അങ്ങയുടെ പാദങ്ങളിൽ ചേരാനുള്ള സിദ്ധിക്കു വേണ്ടി. നക്രാക്രാന്തം, മുതലയ്ക്ക്. ഹസ്തിവര്യം, ആരെ? ഗജേന്ദ്രന് അല്ലെങ്കിൽ ആനപ്രവരന്. വ്യഥാസ്ത്വം, ത്വം വ്യഥ, അങ്ങ്. ത്വം എന്ന് പറഞ്ഞാൽ അങ്ങ്. വ്യഥ, വിധേയനാക്കി തീർത്തു. ആർക്ക്? മുതലയ്ക്ക്. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അങ്ങയെ ഭജിച്ചതിൻ്റെ ശക്തിയാൽ അനഭിഗമ്യനും 1000 വർഷം യുദ്ധം ചെയ്തവനുമായ ആ ആനപ്രവരനെ സമയം വന്നപ്പോൾ അങ്ങയിലുള്ള ഭക്തിയുടെ നേരെ ഉന്മുഖനാക്കുന്നതിന് അങ്ങ് മുതലയ്ക്കു വിധേയനാക്കി തീർത്തു. അതായത് ഭഗവത് ഭക്തിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും? നമുക്ക് മോക്ഷം തരുന്നതിന് വേണ്ടി, നമ്മുടെ പ്രാരാബ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ മുതലകളെ കൊണ്ട് നമ്മളെ കടിപ്പിക്കും. അതായത് സ്വന്തം ശക്തിയല്ല വലുത്. എന്താണ്? ഭഗവാനെ കുറിച്ചുള്ള ആ ഒരു സ്മരണ. ഇവിടെ ആനയ്ക്ക് അത്രയും കാലം ഓർമ്മ ഉണ്ടായില്ല പൂർവജന്മത്തിലെ കാര്യമൊന്നും. പക്ഷേ ആ മുതല കടിച്ച സമയത്ത് പൂർവസ്മരണ ഉണ്ടാക്കിക്കൊടുത്തു ഭഗവാൻ. അങ്ങനെ ഭഗവാനോടുള്ള ഭക്തി ഏകാഗ്രമാക്കി തീർത്തു. ഇവിടെ എത്ര വലിയ വ്യക്തിയായാലും, ഇവിടെ ആന കരയിലെ വലിയ ജീവിയാ, എന്ത് വേണം? എത്ര വലിയ വ്യക്തിയായാലും ആ മുക്തിമാർഗത്തിലേക്ക് മനസ്സൂന്നണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. ഭഗവാന്റെ ഒരു പ്രേരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വര സ്മരണ ഉണ്ടാവൂ. ഭഗവാനെ സ്മരിക്കാൻ തോന്നുന്നത് മാത്രമല്ല, ഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്യാനും ആ ഈശ്വരീയമായ കാര്യങ്ങളിലൂടെ അങ്ങനെ യാത്ര ചെയ്യാനും മോക്ഷം നേടാനും കഴിയും. ഭഗവാന്റെ ഒരു പ്രേരണ നമുക്ക് ഉണ്ടായില്ലെങ്കിൽ ഇതൊന്നും തന്നെ സംഭവിക്കില്ല. ഇവിടെ ഭഗവത് പ്രേരണ കൊണ്ടാണ് ഗജേന്ദ്രന് പൂർവസ്മരണ ഉണ്ടായത്. അപ്പോൾ പിന്നെ ഭട്ടേരിപ്പാട് എന്തിനാ ഗുരുവായൂർ നിന്നിട്ട് നാരായണീയം രചിച്ചപ്പോൾ ഈ ഗജേന്ദ്രൻ്റെ കഥയൊക്കെ ഇങ്ങനെ പറയുന്നേ? അതായത് ഇവിടെ ആ ആനയ്ക്ക് മുതല കടിച്ചു എന്ന് മനസ്സിലായപ്പോൾ മനസ്സ് ഏകാഗ്രമായി. ഏകാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വര സ്മരണ നമ്മുടെ മനസ്സിൽ നിലനിൽക്കൂ. അല്ലെങ്കിൽ മറ്റിടത്തേക്കൊക്കെ നമ്മുടെ ചിന്ത ചിതറിത്തെറിച്ച് പോകും. അതുകൊണ്ട് ഇവിടെ ഭഗവാനെ എനിക്കും ഏകാഗ്രത തരണേ എന്ന് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ഭട്ടേരിപ്പാട്. അങ്ങയെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരുന്ന് എൻ്റെ ഈ വാദം മാറ്റിത്തരണേ, അതിനെനിക്കൊരു ഏകാഗ്രമായ മനസ്സു തരണേ എന്ന് തുറന്ന പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുക. ഹരേ കൃഷ്ണ.